ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ തന്നെ അനി അവിടെ മൊബൈൽ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അനാമിക ബോധൻ അതുവഴി വരിക. അപ്പോൾ നയനയ്ക്ക് കിട്ടിയ ഈ ഒരു അവാർഡും കാര്യങ്ങളൊക്കെയാണ് പാവം അനി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് പുറകിൽ നിന്ന് അനാമിക കണ്ടു. അവക്കങ്ങ് രക്തം തിളച്ചങ്ങ് കയറിയില്ലേ, നേരെ അനിയുടെ അടുത്തേക്ക് വരുക കേട്ടോ. അനിയെ കുറേ നേരം തുറച്ചു നോക്കിക്കൊണ്ട് അങ്ങനെ നിന്നു. നോക്കിയിട്ട് നിനക്ക് മതിയാകുന്നില്ലല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, മതിയാവുന്നില്ല എന്ന് പറഞ്ഞു. എന്തൊരു രസമാണ് ഏട്ടത്തി അവാർഡുമായിട്ട് നിൽക്കുന്ന ഈ ഒരു ഫോട്ടോ കാണാനായിട്ട്. ഇതിപ്പോൾ TV-യിൽ കാണിച്ചല്ലോ, അപ്പോൾ ഒന്ന് കാണാതിരുന്ന എന്താണെന്ന് അനാമിക ചോദിക്കുമ്പം അത് ഞാനും ന്യൂസിൽ കണ്ടായിരുന്നു, എന്നിട്ടും മതി വരാത്തത് കൊണ്ടാണോ നീ ഇത് നോക്കിക്കൊണ്ടിരിക്കുന്നേ? എടാ, അനിയത്തിയാണ് അവാർഡ് വാങ്ങിച്ചതെങ്കിലും അതിൻ്റെ അഹങ്കാരം അത്രയും അവളുടെ ചേച്ചിക്കാം. അവളിവിടെ കിടന്ന് ഉറഞ്ഞ് തുള്ളിക്കൊണ്ടിരിക്കാം. എടാ, ഈ ന്യൂസ് കണ്ടെന്നല്ലേ പറഞ്ഞത്, എന്നിട്ട് അതിലെവിടെയെങ്കിലും നിന്റെ വല്യമ്മയെ നീ കണ്ടായിരുന്നോ? അനി ഒന്നും മിണ്ടുന്നില്ലേ? അങ്ങനെയാടാ, അന്തസ്സുള്ളവരാരും ഇതൊന്നും കാണാനേ പോവത്തില്ലെന്നൊക്കെ പറയുമ്പോൾ വല്യമ്മ പോയതുകൊണ്ടാണ് ഏട്ടത്തി ആ ഫംഗ്ഷന് പോലും പങ്കെടുത്തത്. എന്നിട്ട് നിന്റെ വല്യമ്മ എവിടെയെന്നാണ് ഞാൻ നിന്നോട് ചോദിച്ചത്. അവാർഡ് വാങ്ങുന്നത് കണ്ടിട്ടായിരിക്കും ഒരു പക്ഷേ വല്യമ്മ എവിടെ നിന്ന് പോയത്, അല്ലാതെ ഒരിക്കലും ഏട്ടത്തി അവാർഡ് വാങ്ങിക്കില്ലെന്ന് അനി പറയുമ്പോൾ അതൊക്കെ അവളുടെ വെറും നാടകമാണ്. ഏത് നാലാംകിട അവാർഡ് ആര് കൊടുത്താലും അത് അവള് പോയി വാങ്ങിക്കും. ഇത്രയ്ക്ക് തരം താഴ്ന്നവളാ അവള്. ഇപ്പം ഈ അവാർഡ് തന്നെ നിന്റെ ഏട്ടൻ തരപ്പെടുത്തി കൊടുത്തതാണോ എന്ന് പോലും എനിക്ക് സംശയം ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ എന്ന് പറഞ്ഞേക്കും അനി. ആദർശേട്ടന് ചാനലുകാരും ഒക്കെ ആയിട്ട് നല്ല ബന്ധമാണല്ലോ, ജ്വല്ലറിയുടെ ധാരാളം പരസ്യങ്ങളൊക്കെ അവർക്ക് കൊടുക്കുന്നുണ്ടല്ലോ. പിന്നെ ഈ ആൻമരിയ വല്യമ്മയുടെ കൂട്ടുകാരിയുടെ മകളുവാ. ഈ കുടുംബമായിട്ട് അടുത്ത ബന്ധമുള്ളവർ. അപ്പം പിന്നെ വല്യമ്മ അറിയാതെ അവർ നിന്റെ ഏട്ടൻ സ്വാധീനിച്ചതായിക്കൂടെ എന്ന് ചോദിക്കുമ്പം അങ്ങനെ സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടി ആരുടെയും കാല് പിടിക്കുന്ന ഒരു ആളൊന്നും അല്ല എൻ്റെ ഏട്ടൻ, മനസ്സിലായോന്നും. അർഹിക്കുന്നത് മാത്രം കൈ നീട്ടി വാങ്ങിക്കണമെന്നാണ് ഞങ്ങളുടെ മുത്തശ്ശൻ ഞങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടുള്ളതെന്നൊക്കെ അനി പറയുമ്പം രണ്ട് മരുമക്കൾ ഈ വീട്ടിലേക്ക് വന്നതിന് ശേഷമേ ആ മുത്തശ്ശൻ്റെ ആദർശങ്ങളൊക്കെ കാലഹരണപ്പെട്ടു പോയടാ. ഇനി അതൊന്നും ഈ വീടിനകത്ത് നടക്കാനേ പോകുന്നില്ല. പിന്നെ ഏട്ടത്തിക്ക് അവാർഡൊക്കെ കിട്ടിയതല്ലേ, അത് ചൂടോടെ അയച്ചു കൊടുക്കുക അവരുടെ അനിയത്തിക്കെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അനാമിക മുള്ളു വെച്ച് പറയണം. അവരുടെയൊക്കെ സന്തോഷമാണല്ലോ നിന്റെ സന്തോഷം എന്ന് പറയുന്നത്. കഴിവ് കേട്ടാ നീയേ കഴിവുള്ളതിൻ്റെ ഏട്ടത്തിയെ അനുകരിക്കാൻ നോക്ക, അതുപോലെ അനുസരിക്കാനും നോക്കാൻ പറയുമ്പം അത് നീ വേറെ ആരെങ്കിലും കെട്ടിക്കൊണ്ട് വന്നിട്ട് അവളോട് പറഞ്ഞാൽ മതി. ഇതൊക്കെ എൻ്റെ അടുത്ത് നടക്കില്ലെന്ന് അനാമിക പറഞ്ഞുവാണ്. വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളുടെ സ്ഥാനം പോലും ഞാൻ നിന്റെ ഏട്ടത്തിമാർക്ക് കൊടുത്തിട്ടില്ലെന്നൊക്കെ അനാമിക പറഞ്ഞപ്പം ഞാൻ എൻ്റെ ഭാര്യയ്ക്കും എന്നും പറഞ്ഞോളൂ വായും തുറന്നിങ്ങനെ നിൽക്കുക. കൊടുത്തങ്ങ് മേടിച്ചങ്ങ് കെട്ടി അങ്ങോട്ട്. അതും പറഞ്ഞ് നമ്മുടെ അനി അകത്തേക്ക് കയറി പോയി കഴിഞ്ഞപ്പോൾ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് മുതൽ. അത്രയ്ക്ക് അങ്ങ് പ്രതീക്ഷിച്ചില്ല ചേച്ചി, കിട്ടാനുള്ള കിട്ടിയപ്പോൾ തൃപ്തിയായി. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ നയനയും ദേവയാനിയും കൂടെ വണ്ടിയിൽ വരുന്നു. ഒരു വഴി സൈഡിൽ കൊണ്ടുവന്ന് നിർത്തി. എന്നിട്ട് നയനയെ പറഞ്ഞു വിടുക കേട്ടോ ഓഫീസിലേക്കാണ്. മോള് ഇനി ഓഫീസിലേക്ക് പോയിക്കോ, ഞാൻ ഇവിടേക്ക് വണ്ടി വരാൻ പറയാം, ഞാൻ അതിൽ പോയിക്കോളാമെന്ന് ദേവയാനി പറയുമ്പോൾ ഞാനൊരു ഓട്ടോയിൽ പോയിക്കോളാം അമ്മേ. വേണ്ട മോൾ ഈ വണ്ടിയിൽ തന്നെ പോയാൽ മതിയെന്ന് ദേവയാനി പറയാം. എന്തിനാ അമ്മ ഇങ്ങനെ വാശി പിടിക്കുന്നതെന്ന് ചോദിക്കുമ്പം വാശിയൊന്നും അല്ല മോളെ, അവൻ കാത്തിരിക്കുമല്ലേ മോൾ അവാർഡുമായിട്ട് ചെല്ലുന്നത് കാണാനായിട്ട്, അത് പറയുകയും ചെയ്തതല്ലേ. അപ്പം പിന്നെ എത്രയും പെട്ടെന്ന് മോൾ അവിടെ എത്തണ്ടേ. സത്യം പറഞ്ഞാൽ ഇന്ന് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ളൊരു ദിവസമാണ്. അതുകൊണ്ട് അമ്മയ്ക്ക് ഒന്ന് ക്ഷേത്രത്തിലും പോകാനുണ്ട്. ഭഗവാൻ ഒരു കാണിക്ക ഇടണമെന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ 4 മണിയാകുന്നു. ഇനിയിപ്പോൾ നട തുറന്നില്ലെങ്കിലും എനിക്ക് പുറത്തു നിന്നൊന്ന് പ്രാർത്ഥിക്കണമെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാനും കൂടെ വരായിരുന്നല്ലോ അമ്മ. ഇനി അതിനൊന്നുള്ള സമയമില്ല മോളെ, ആദർശിന് എന്തിനാ വെറുതെ സംശയത്തിനുള്ള ഇടയൊക്കെ കൊടുക്കുന്നതെന്ന് ചോദിക്കുമ്പം ശരി അമ്മ ഞാൻ പൊക്കോളാവെന്ന് പറഞ്ഞു. അങ്ങനെ നയന വണ്ടിയിൽ കയറി പോയി ദേവയാനി ചാറ്റയൊക്കെ കൊടുത്ത് ഇങ്ങനെ അവിടെ നിൽക്കുകയാണ്. എന്തായാലും അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ആദർശിനെയാണ് കാണിക്കുന്നത്. ആദർശേട്ടാന്ന് വിളിച്ചുകൊണ്ട് നയനതേ ആ ഒരു ഗിഫ്റ്റൊക്കെ ആയിട്ട് വന്നേക്കുക. അപ്പോൾ കൊണ്ടുവന്നതേ ഒരു മൊമൻറ്റോയ്ക്ക് ഒരു ഉമ്മയൊക്കെ കൊടുത്തു. എന്നിട്ട് അതവിടെ വെച്ചിട്ട് കൊണ്ടുവന്ന മൊമൻറ്റോയ്ക്ക് മാത്രം ഒരു ചുമ്മനൊക്കെ കൊടുത്താൽ പോരല്ലോ, അവാർഡ് കിട്ടിയ ആൾക്കും അതിനുള്ള അർഹത ഇല്ലെന്ന് ചോദിച്ചുകൊണ്ട് നയനെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് നയനയുടെ നെറ്റിയിൽ ഒരു ഉമ്മയൊക്കെ കൊടുക്കും ആദർശം. അപ്പം നയനയ്ക്കും ഭയങ്കര സന്തോഷമായിട്ടോ. അവാർഡ് കിട്ടിയപ്പോൾ നീ എന്നെ മറന്നല്ലേന്ന് ആദർശ് ചോദിച്ചപ്പോൾ അയ്യോ ആദർശേട്ടാ, അത് പിന്നെ അവർ പാർട്ടി നടത്തുമ്പോൾ അതിൽ പങ്കെടുക്കാതെ പോരുന്നത് മോശമല്ലേ എന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുക നമ്മുടെ ആദർശ്. അപ്പോൾ പാർട്ടിയിലൊന്നും അമ്മ പങ്കെടുത്തില്ലേ? ഇല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ, അവാർഡ് വാങ്ങുന്നത് വരെ അമ്മ അവിടെ ഉണ്ടായിരുന്നു, പിന്നെ പൊടി പോലും കണ്ടില്ല എന്ന് നയന പറയുമ്പം നീ നിർബന്ധിച്ച് അമ്മ അവിടെ വരുത്തിയതിൻ്റെ ദേഷ്യമൊക്കെ അമ്മയ്ക്ക് കാണുമായിരിക്കും അല്ലേ? അത് ഉറപ്പല്ലേ ആദർശേട്ടാ. എന്തായാലും എൻ്റെ ആഗ്രഹം അത് സാധിച്ചല്ലോ, അവാർഡ് വാങ്ങുന്നത് വരെ അമ്മ സദസ്സിലുണ്ടായിരുന്നല്ലോ എന്ന് നയന പറയുമ്പോൾ WCSന്റെ ഒരു എക്സിക്യൂട്ടീവ് മെമ്പറാണ് അമ്മ.
അവരുടെ എല്ലാ പ്രോഗ്രാമുകളിലും അമ്മയുടെ സജീവ സാന്നിധ്യമൊക്കെ ഉണ്ടാവാറുള്ളതായിരുന്നു. ആ ഒരു നിലയ്ക്ക് നീയും അമ്മയും തമ്മിൽ നല്ല ബന്ധത്തിലായിരുന്നെങ്കിൽ ഇന്ന് നിന്നെപ്പോലെ തന്നെ അമ്മയും അവിടുത്തെ താരമായിരുന്നേനെ. അമ്മയ്ക്ക് മറ്റുള്ളവരുടെ മുന്നിൽ മരുമകളെ ഉയർത്തിക്കാട്ടി തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ പറ്റിയേനെന്നൊക്കെ ആദർശ് പറയുക. ഇപ്പോഴും അതിനൊക്കെ പറ്റുമല്ലോ, അമ്മ വേണ്ടെന്ന് വെച്ചിട്ടല്ലേ എന്ന് നയനെ ആദർശിനോട് ചോദിച്ചിട്ട്, ഇനിയിപ്പോൾ എങ്ങനെയാണ് നിന്നെ അമ്മയും കൂടെ ഒന്നിപ്പിക്കേണ്ടെന്ന് ഞാൻ ആലോചിക്കുന്നതെന്ന് ആദർശ് ഇങ്ങനെ പറയുമ്പോൾ, അതിനെന്തായാലും ഇനി ശ്രമിക്കേണ്ട ആദർശേട്ടാ, അതിന് നടക്കുന്ന കാര്യമല്ല എന്ന് നയന പറഞ്ഞു. അപ്പം നിനക്ക് നല്ല ബുദ്ധിയല്ലേ, അപ്പം പിന്നെ നിന്നെ കൊണ്ട് അതിനെന്താ സാധിക്കില്ലേ എന്ന് ആദർശ് ചോദിച്ചപ്പോൾ, ദേ ഈ ഒരു കാര്യം ഒഴിച്ച് മറ്റെന്ത് വേണമെങ്കിലും ആദർശേട്ടൻ എന്നോട് പറഞ്ഞു, ഞാനതെല്ലാം സാധിച്ചു തരാം. ഇവിടെ ഞാൻ എല്ലാ അർത്ഥത്തിലും തോറ്റുപോയി ആദർശേട്ടാ. ഇപ്പം നിനക്ക് അവാർഡ് കിട്ടി, മികച്ച ഡിസൈനറായി, അതൊക്കെ സന്തോഷമുള്ള ഒരു കാര്യമാണെങ്കിലും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അവാർഡ് എന്താണെന്ന് നിനക്കറിയാവോ എന്ന് ആദർശ് നയനയോട് ചോദിക്കുക. അത് വേറൊന്നുമല്ല, നീയും അമ്മയും തമ്മിൽ ഒന്നിക്കുന്ന ദിവസമാണ്, അതായത് അമ്മായിയമ്മ മരുമകളെ സ്നേഹിക്കുന്ന ദിവസമാണെന്ന് പറയുമ്പോൾ, ഓ അടുത്ത നൂറ്റാണ്ടിൽ ചിലപ്പോൾ അത് നടന്നേക്കും എന്നും പറഞ്ഞ് നയനെ നിൽക്കും. അപ്പോൾ ചില നേരത്തെ എനിക്ക് തോന്നാറുണ്ട് നീയാണ് അമ്മയെ സഹായിച്ചതെന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയാൻ. പിന്നെ ഞാൻ ഒരുപാട് നിയന്ത്രിച്ചാ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ അങ്ങ് പോയാൽ മതി ആദർശേട്ടാ, ഒരു കാരണവശാലും അമ്മ സത്യം അറിയാൻ പാടില്ല കേട്ടോ. ഇനി പറഞ്ഞാലും പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ല. പക്ഷേ ഇപ്പം നിന്റെ കാര്യങ്ങളൊക്കെ അമ്മ ശ്രദ്ധിക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല ആദർശേട്ടാ. പിന്നെ മുത്തശ്ശനും മുത്തശ്ശിക്കും ആദർശേട്ടനൊക്കെ വേണ്ടിയിട്ട് എനിക്ക് പലതും ചെയ്തു തരുന്നതേ ഉള്ളൂ അമ്മ, അതാ ശരിക്കും നടക്കുന്നത്. അതിനപ്പുറം എന്നോട് വലിയ ഇഷ്ടവും കാര്യങ്ങളൊന്നും അമ്മയ്ക്കില്ല എന്നൊക്കെ നയനിങ്ങനെ തട്ടി വിടുവാണ്. അതുകൊണ്ടല്ലേ അവാർഡ് ഫംഗ്ഷൻ അമ്മ പങ്കെടുത്തില്ലെങ്കിൽ അവാർഡ് വാങ്ങിക്കാൻ ഞാൻ പോവില്ല എന്നും പറഞ്ഞത്. അത്രയ്ക്കൊക്കെ വാശി പാടില്ലല്ലോ എന്നൊക്കെ നയന ഇങ്ങനെ ഇരുന്ന് പറഞ്ഞേ. അപ്പോഴേ അവിടെ എല്ലാവരും കാത്തിരിക്കുക, മികച്ച ഡിസൈനർക്കുള്ള അവാർഡുമായിട്ട് നീ വരുന്നത് കാണാൻ വേണ്ടിയെന്ന് ഇങ്ങനെ പറഞ്ഞ് നമുക്ക് പോകാമെന്ന് പറഞ്ഞ് ആദർശ് നയനയും കൂട്ടി അങ്ങോട്ടേക്ക് പോകാനായിട്ട് തുടങ്ങണം. ഈ സമയത്ത് പിന്നെ അഭി പവിത്രയുടെ അടുത്ത് വന്ന് നിന്ന് ഡിസൈൻസോ കാര്യങ്ങളോ ഏതാണ്ടൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോഴാണ് ആദർശും നയനയും കൂടെ അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. അവർ രണ്ടുപേരും കൂടെ ചെന്നപ്പം ദേ ബെസ്റ്റ് ഡിസൈനർ എത്തിയെന്നും പറഞ്ഞുകൊണ്ട് ആദർശ് എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പവിത്രയുടെ കയ്യിലേക്ക് കൊണ്ടുവന്ന ആ മൊമെൻറ്റോ അങ്ങ് കൊടുത്തു നമ്മുടെ നയന. തൊട്ടടുത്ത് അഭി നിൽക്കുമല്ലോ, അഭിക്കാണെങ്കിൽ സഹിക്കുന്നില്ല ഇതൊന്നും കണ്ടിട്ട്. അഭിയുടെ മുഖമൊക്കെ വലിഞ്ഞു കയറിയിരിക്കുക. അപ്പോൾ എല്ലാവരും ടി വിയിൽ നയന അവാർഡ് വാങ്ങിക്കുന്നത് കണ്ടായിരുന്നല്ലോ. പിന്നെ നമ്മുടെ ജ്വല്ലറിക്ക് അവാർഡുകൾ ഇതിനു മുൻപും കിട്ടിയിട്ടുണ്ട്, അതൊക്കെ സെയിൽസുമായി ബന്ധപ്പെട്ട അവാർഡുകളായിരുന്നു എന്നുള്ള കാര്യവും പറഞ്ഞു. എന്നാൽ ബെസ്റ്റ് ഡിസൈനറുടെ പേരിൽ ആദ്യമായിട്ടാണ് ഒരു അവാർഡ് നമ്മുടെ കമ്പനിയിൽ എത്തുന്നതെന്ന കാര്യമൊക്കെ നയനയെ പറ്റി ആദർശ് ഇങ്ങനെ എല്ലാവരോടും പറയും. പിന്നെയെന്നും പറഞ്ഞുകൊണ്ട് നിൽക്കും ആദർശ്. അതിന് നിമിത്തമാകുന്നത് എൻ്റെ ഭാര്യയാകുമ്പോൾ ഈ ഒരു അംഗീകാരത്തിന് എന്നെ സംബന്ധിച്ചിടത്തോളം ഇരട്ടി മധുരം ഉണ്ടെന്നൊക്കെ ഇങ്ങനെ ആദർശ് പറഞ്ഞു. ഇതൊക്കെ അറിയുമ്പോൾ അമ്മ എങ്ങനെ സഹിക്കും എന്തോ എന്നൊന്ന് അഭി മനസ്സിൽ ചിന്തിക്കാം. അപ്പോൾ ഇത് നമുക്ക് വലിയൊരു പരസ്യമാണല്ലോ സാർ എന്നിങ്ങനെ പവിത്ര പറയുമ്പം അതെ, അങ്ങനെയുള്ള പരസ്യങ്ങൾ നയനയിലൂടെ മാത്രം കിട്ടിയാൽ പോരാ, പവിത്രയും അതിനുവേണ്ടി ശ്രമിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. പിന്നെ സ്റ്റാഫുകളെല്ലാവരും നമ്മുടെ നയനയെ ഭയങ്കരമായിട്ട് ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. അപ്പം അങ്ങനെ ആ ഒരു ഇതെല്ലാം പറഞ്ഞ് നയനയും അതുപോലെ ആൾക്കാരൊക്കെ ആയിട്ട് ഭയങ്കര സംസാരവും കാര്യങ്ങളും സന്തോഷവും ഒക്കെ ഇങ്ങനെ പങ്കുവെച്ചുകൊണ്ടിരിക്കുമ്പോൾ അഭി മാത്രം ഒന്നും മിണ്ടാതെ ഇങ്ങനെ മൂലയ്ക്ക് മാറി നിൽക്കുക. നിനക്ക് മാത്രം എന്താണ് ഒരു വിഷമം, നിന്റെ മുഖത്തൊരു സന്തോഷമില്ലല്ലോ എന്ന് ആദർശ് ചോദിച്ചു. ആരോ പറഞ്ഞു സന്തോഷമില്ലെന്ന്? എനിക്ക് സന്തോഷമൊക്കെ ഉണ്ടല്ലോ, ഏട്ടത്തിലൂടെ നമ്മുടെ കമ്പനി വളരുന്നത് നല്ലതല്ലേ എന്ന് അഭി ചോദിക്കുമ്പോൾ അങ്ങനെ വളരുന്ന കമ്പനിയെ നീ പിടിച്ച് താഴെ ഇടാതിരുന്നാൽ മതിയെന്ന് ആദർശ് അഭിയോട് പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി എന്നിട്ട് അകത്തേക്ക് കയറി പോയിട്ടോ, എല്ലാവരെയും കാണിച്ചിട്ട്. ആ സമയത്ത് പവിത്ര സാറിൻ്റെ വൈഫിന് ഇത്രയും കഴിവുകളൊന്നും ഇല്ലേ എന്ന് അഭിയോട് ചോദിച്ചു. അത് കേട്ടപ്പം അവൾ നല്ലൊരു ഡിസൈനറാ, കുടുംബം എങ്ങനെ തകർക്കാം എന്നുള്ളതാ, അതാണ് അവളുടെ മെയിൻ ഡിസൈൻ എന്നും അതിൽ അവളെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇതേ അവൾ പോയി അവളുടെ അനിയത്തി പോലും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അഭി പറയുമ്പം അതല്ല സാറ്, നയന മേഡത്തിന് സാറിൻ്റെ അച്ഛനിൽ നിന്നാണ് ആ കഴിവ് കിട്ടിയത്. അപ്പോൾ പിന്നെ അദ്ദേഹത്തിന് മൂത്ത മോൾക്കും ആ കഴിവൊക്കെ കാണണ്ടേന്ന് ചോദിച്ചു. അപ്പോൾ അവളുടെ കഴിവിനെ പറ്റിയാണോ ഞാൻ പറഞ്ഞത്, അവളത് നന്നായിട്ട് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം. ഇനിയിപ്പോൾ 7ാം മാസം അവളുടെ വീട്ടുകാർ വന്ന് വിളിച്ചുകൊണ്ട് പോയാൽ പിന്നെ എനിക്ക് പിന്നെ 4-5 മാസത്തേക്കൊരു മനസ്സമാധാനം കിട്ടുമെന്നൊക്കെ പറഞ്ഞു. അത് പിന്നെ കുഞ്ഞുമായിട്ടായിരിക്കും സാറിൻ്റെ വൈഫ് വരാൻ പോകുന്നതെന്ന് പവിത്ര നേരം അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞു. ആ 50,000 രൂപ ശമ്പളക്കാരൻ എങ്ങനെ അമ്മയും കുഞ്ഞിനെയും നോക്കുമെന്ന് എനിക്കറിയത്തില്ലെന്ന് പറഞ്ഞാൽ അഭി അവിടെ നിൽക്കുക കേട്ടോ. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് ജലജയും ജാനകിയും കൂടെയൊക്കെ ഇങ്ങനെ വീട്ടിലിരിക്കുക. അവൾ അവാർഡ് കിട്ടിയ ഉടനെ തന്നെ ജ്വല്ലറിയിലേക്ക് പോയി കാണുമെന്നും പറഞ്ഞു. എന്ന് വെച്ചാലേ അവിടുത്തെ ഇത് ഡിസൈൻ ചെയ്തതുകൊണ്ടാണല്ലോ അവൾ മികച്ച ഡിസൈനറായത്. അവാർഡുമായി ജ്വല്ലറിയിലേക്ക് പോയാൽ അത് സ്വന്തം വീട്ടിലേക്ക് പോയോന്നൊന്നും പറയാൻ പറ്റത്തില്ലെന്ന് ജാനകി അന്നേരം പറഞ്ഞു. ഇനി അതിൻ്റെ പേരിലെ ആദർശ് ഇവിടെ ഫംഗ്ഷൻ നടത്തുമെന്ന് എൻ്റെ പേടിയെന്ന് ജാനകി പറയുമ്പോൾ നടത്തെങ്കിൽ നടത്തട്ടേടി, അതിൽ ഞാൻ എന്തായാലും പങ്കെടുക്കില്ല എന്ന് ജലജ പറയുമ്പോൾ പിന്നെ ഞാൻ പങ്കെടുക്കുമെന്ന് ചോദിച്ചു. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ദേവയാനി വരുന്നു.
ദേവയാനി വന്നിറങ്ങുന്ന ഇവള് കണ്ടപ്പം നമ്മൾ കാത്തിരുന്ന് ആളെത്തിയിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ പറയുക. ദേവയാനി വളരെ സന്തോഷവതിയായി കയറി വന്നപ്പോൾ കണ്ടു അവാർഡും പിടിച്ചുകൊണ്ട് അവൾ നിൽക്കുന്നത് ന്യൂസിൽ കണ്ടായിരുന്നു. ഏട്ടത്തിയുടെ കൂട്ടുകാരിയുടെ മോള് വാതോരാതെ ഏതാണ്ടൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ. ഇതൊക്കെ കണ്ടുകൊണ്ട് ഏട്ടത്തി അവിടെ നിന്നത് എന്നൊക്കെ ഇവളുമാർ ചോദിക്കുക. അപ്പോൾ അമ്മ അങ്ങോട്ട് വന്നു, മുത്തശ്ശി. അവൾ അവാർഡ് വാങ്ങിക്കാൻ സ്റ്റേജിലേക്ക് കയറിയപ്പോൾ തന്നെ ഞാൻ ഇറങ്ങിപ്പോയി എന്നുള്ള കാര്യം ദേവയാനി ഇവരോട് പറയാം. അപ്പം അത് മോശമായി പോയിട്ടോ ദേവയാനി അങ്ങനെ ചെയ്തത്. സ്വന്തം മരുമകൾ അവാർഡ് വാങ്ങിക്കുന്നത് ഏതൊരു അമ്മായിമ്മയ്ക്കും അഭിമാനമായിട്ടുള്ള കാര്യമല്ലേ എന്ന് മുത്തശ്ശി അന്നേരം ചോദിക്കുക. പിന്നെ നിനക്ക് മറ്റുള്ളവരുടെ മുന്നിൽ തല ഉയർത്തി പിടിച്ച് നിൽക്കാനൊരു അവസരം നിന്റെ മരുമകളായിട്ട് ഉണ്ടാക്കി തരുമ്പോൾ ആ ഒരു സമയത്ത് നീ ഇറങ്ങിപ്പോവാണോ വേണ്ടത്? അതാണോ മര്യാദ എന്ന് അമ്മ ചോദിക്കുക. എന്നത് കേട്ടപ്പോൾ ഏട്ടത്തെ പ്രഷർ ചെലുത്തി ആ ഫംഗ്ഷന് പങ്കെടുപ്പിക്കാനായിട്ട് കൊണ്ടുപോയത്. അപ്പം പിന്നെ അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? അവാർഡ് വാങ്ങിച്ചത് അവളല്ലേ, അവളാണെന്ന് വാശി പിടിച്ചത്. അവൾ അവാർഡ് വാങ്ങിക്കുമ്പോൾ കാഴ്ചക്കാരുടെ കൂട്ടത്തിൽ ഏട്ടത്തി ഉണ്ടാകണമെന്ന് അവൾ ആഗ്രഹിച്ചു. അതവൾ നടത്തിയെടുക്കുകയും ചെയ്തില്ലേ എന്ന് ചോദിക്കുകയാണ് ജാനകിയും കൂടെ ചേർന്നു. അതിലെന്താ തെറ്റ്? അങ്ങനെ ഒരു ഫംഗ്ഷൻ നടക്കുമ്പോൾ അവിടെ മുൻനിരയിൽ ഇരിക്കേണ്ടത് ഇവള് തന്നെയല്ലേ എന്ന് അമ്മ ചോദിച്ചേ. എന്നാലും അത്രയും നേരം ഇരിക്കാൻ പറ്റൊരു പാടെ എനിക്ക് അറിയുമെന്ന് ദേവയാനി പറയും. അന്നേരം ഓരോ ദിവസം കഴിയും തോറുവേ മരുമകൾ അമ്മായിമ്മയെ ജയിച്ചുകൊണ്ടിരിക്കുക ഏട്ടത്തിയെന്നും പറഞ്ഞുകൊണ്ട് ദേവയാനിയോട് പറയുവാണേ ജലജ. അവൾ ഈ തറവാട്ടിൽ പിടിമുറുക്കി കഴിഞ്ഞെന്നും അപ്പം അങ്ങനെ പിടിമുറുക്കിയെങ്കിൽ അതിന് കാരണം നയനമോളുടെ മനസ്സിൻ്റെ നന്മയാണെന്ന് മുത്തശ്ശി ഇവളുമാരോട് പറയാം. ഇതൊക്കെ കേട്ട് നമ്മുടെ ദേവയാനി ആശ്വാസത്തിൽ നിൽക്കുകയാണ്. അപ്പം സ്നേഹത്തിലൂടെയാണ് മോൾ എല്ലാവരെയും കീഴടക്കുന്നത്. നിനക്കൊന്നും അതിന് കഴിവില്ലാത്തത് മറ്റുള്ളവരുടെ കുഴപ്പമാണോടി എന്നൊക്കെ അമ്മ ഇങ്ങനെ ചോദിച്ചു. എങ്കിലും എൻ്റെ മരുമകൾക്ക് മിടുക്കൊരിത്തിരി കൂടിപ്പോയി, അതുപോലെ സാമർഥ്യവും കൂടിപ്പോയി എന്ന് ദേവയാനി പറയുമ്പോൾ, ദേവയാനി നിന്റെ ഭർത്താവും മകനും അതുപോലെ ആദർശൻ്റെ മുത്തശ്ശനും ആൾക്കാരെ തിരിച്ചറിയാൻ കഴിയാത്തവരൊന്നും അല്ലെന്ന് നിനക്കറിയാമല്ലോ. അവരൊക്കെ ബിസിനസ്സിൽ വിജയിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ അവരുടെ തലച്ചോറും ഉണ്ട്. അത് നിനക്കറിയില്ലേന്ന് ചോദിച്ചുവേ. അങ്ങനെയുള്ളവർ അംഗീകരിച്ച ഒരു പെൺകുട്ടിയാണ് നയനമോള്. അവിടെ നീ ബുദ്ധി വികസിക്കാത്തവർക്കൊപ്പം ഇനി നിൽക്കരുതെന്ന് മുത്തശ്ശി പറഞ്ഞു കൊടുക്കുമ്പോൾ പറഞ്ഞോണ്ട് ജാനകിയും ജലജയും കൂടി പല്ലുറുമ്മി നിൽക്കുക. നിന്റെ ജീവിതത്തിൽ നിനക്ക് നല്ലൊരു ഭർത്താവിനെ കിട്ടിയെങ്കിൽ അതിനേക്കാളും ഒരു പിടി മുകളിലാണ് നിന്റെ മരുമകള്. ആ മരുമകളെ ഓർത്ത് നീ സന്തോഷിക്കുന്ന ഒരു ദിവസം അത് ഉറപ്പായും വരുമെന്നും പറഞ്ഞിട്ട് മുത്തശ്ശി പറഞ്ഞു. എൻ്റെ മരുമകൾക്ക് മുകളിൽ മറ്റാരും ഇല്ല എന്ന് പറയുന്ന ഒരു ദിവസം എനിക്ക് തോന്നുന്നില്ലമ്മേ അവൾക്ക് എൻ്റെ മനസ്സ് കീഴടക്കാനൊക്കെ കഴിയുമെന്ന്. കല്യാണത്തിന് മുൻപ് നയനമോളെ വേർതിരുന്ന നിന്റെ മോൻ ഇന്ന് സ്വന്തം അമ്മയെക്കാളും നയനമോളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നീ ഉറപ്പിച്ചോ, നിന്റെ ഈ വെറുപ്പും അലിഞ്ഞില്ലാതെയാകുമെന്ന്. നാളെ നീയും നിന്റെ മരുമകളെ ആരാധിക്കുന്ന ഒരു ദിവസം വരും എന്നൊക്കെ അമ്മ പറയുന്നത് കേട്ടപ്പോൾ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുക നമ്മുടെ ദേവയാനി. അപ്പം അതിന് മാത്രം എന്ത് മഹിമയും അവൾക്കുള്ളതെന്ന് ജലജ ചോദിച്ചപ്പോൾ അവളുടെ മഹിമയും മഹത്വമൊക്കെ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല എന്ന് ജലജയോട് പറഞ്ഞു മുത്തശ്ശി. ബുദ്ധിയുള്ളവരത് തിരിച്ചറിഞ്ഞ് കഴിഞ്ഞുവെന്നും പറഞ്ഞു. അപ്പം ഞാനും അറിഞ്ഞമ്മേ, അവൾ എല്ലാവരെക്കാളും മുകളിലാണെന്ന് ഞാനും അറിഞ്ഞമ്മയെന്നും പറഞ്ഞുകൊണ്ട് മനസ്സിലിങ്ങനെ പറഞ്ഞിട്ട് മുഖം കൊണ്ട് ഗോഷ്ടിയൊക്കെ കാണിച്ച് നമ്മുടെ ദേവയാനി ഇങ്ങനെ നിൽക്കുന്നു. ഇത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ നയന ഓഫീസിലിരുന്ന് അമ്മയുമായിട്ട് ഒരുമിച്ചുണ്ടായിരുന്ന നിമിഷങ്ങളെപ്പറ്റിയും അമ്മ പറഞ്ഞ കാര്യങ്ങളെപ്പറ്റിയൊക്കെ ആലോചിക്കുക. അങ്ങനെ സ്വപ്നലോകത്തിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ആദർശ് കയറി വന്ന് നയനയെ വിളിച്ചു. നയന ഒന്നും അറിയുന്നില്ല കേട്ടോ. പിന്നെ തട്ടി വിളിച്ചിട്ട് കിനാവ് കാണുകയാണോ എന്ന് ചോദിച്ചു. ആദർശേട്ടാ, സാധാരണ ഇതുപോലുള്ള അവാർഡുകൾ ഓഫീസിലൊക്കെ വെക്കാറാ പതിവ്. പക്ഷേ ഇതെന്തായാലും അങ്ങനെ വേണ്ടാന്ന് പറയുമ്പോൾ അതെന്താ ആദർശേട്ടാ അങ്ങനെ? ഇതേ ആദ്യമായിട്ട് നിനക്ക് കിട്ടിയൊരു അവാർഡല്ലേ, ഇത് നമ്മളുടെ വീടിൻ്റെ ഹോളിൽ തന്നെ വെക്കാം. മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ അതായിരിക്കും ഒരു പക്ഷെ ആഗ്രഹിക്കുന്നതെന്നൊക്കെ ആദർശ് ഇങ്ങനെ പറയുമ്പോൾ നയനെ സമ്മതിച്ചു കേട്ടോ. അവാർഡ് നിനക്ക് നിന്റെ വീട്ടിൽ കാണിക്കണ്ടെന്ന് ചോദിച്ചപ്പോൾ ഒന്ന് കാണിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു നയന. എന്നാൽ പിന്നെ അവിടെ ചെന്ന് നിന്റെ അച്ഛനെയും അമ്മയും കാണിച്ചിട്ട് നമുക്ക് വീട്ടിലോട്ട് പോകാമെന്ന് പറയുമ്പം അല്ല ഇപ്പം നമ്മൾ ഇറങ്ങുവാണോ എന്ന് ചോദിച്ചു. ഇന്നേ കുറച്ച് നേരത്തെ നമുക്ക് ഇറങ്ങാം, സന്തോഷമുള്ളൊരു ദിവസമല്ലേ. എന്താ അതെ ആദർശേട്ടാ അമ്മ വീട്ടിലെത്തിയോ എന്ന് നയന ചോദിച്ചപ്പം എനിക്കറിയില്ല, പിന്നെ ഞാൻ അമ്മയെ വിളിച്ചില്ല. ഇന്ന് ഫംഗ്ഷന് പങ്കെടുത്തതിൻ്റെ ദേഷ്യത്തിലായിരിക്കും എന്നുള്ളത് 100% ഉറപ്പാണ്. അതുകൊണ്ട് കിട്ടാനുള്ളത് നേരിട്ട് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇടയ്ക്ക് ആൻമരി എന്നെ ഒന്ന് വിളിച്ചായിരുന്നേ, നിന്നെ അവിടെ വിട്ടതിന് നന്ദിയൊക്കെ പറഞ്ഞു. പിന്നെ നിൻ്റെ ഒരു ഇൻ്റർവ്യൂ വേണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല ആദർശേട്ടാ, അതൊന്നും വേണ്ട. ഞാൻ നിർബന്ധിച്ചിട്ടല്ലല്ലോ അവരതെന്നോട് പറഞ്ഞത്, അവരുടെ തീരുമാനമല്ലേ. ഇതൊക്കെ ജ്വല്ലറിക്ക് വലിയ പബ്ലിസിറ്റിയാണ്.
അതുകൊണ്ട് വേണ്ടെന്നൊന്നും വെക്കേണ്ടെന്ന് എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞ് ആദർശ് പറഞ്ഞപ്പോൾ നയന തലയാട്ടി. പിന്നെ കാണിക്കുന്ന കനകത്തിനെയും ഗോവിന്ദേട്ടനെയും ആട്ടോ. അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ അവിടെ വീട്ടിലിരിക്കുമ്പോഴാണ് നയനയും ആദർശും കൂടെ വീട്ടിലേക്ക് വരുന്നത്. മക്കളെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി അച്ഛനും അമ്മയ്ക്കും. അവർ രണ്ടുപേരും കൂടി വലിയ സന്തോഷത്തോടെ ഇറങ്ങി ചെന്നപ്പോൾ ഇവർ ഓടിക്കയറി വന്നതേ നയന അമ്മയുടെ കയ്യിലേക്ക് മൊമെൻറ്റോ കൊടുത്തു. അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് അത് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുക നമ്മുടെ കനകം. അല്ല മോനെ, ചടങ്ങിന് മോൻ്റെ അമ്മ പങ്കെടുക്കുമെന്ന് പറഞ്ഞിട്ട് ടി വിയിൽ ഇന്ന് കണ്ടില്ലല്ലോ. അപ്പം സദസ്സിലുണ്ടായിരുന്നു അമ്മേ, ഞാൻ അവാർഡ് വാങ്ങിച്ചിട്ട് നോക്കിയപ്പോൾ ആളെ കണ്ടില്ല എന്ന് പറഞ്ഞു നയന. മോള് വാശി പിടിച്ചത് കൊണ്ടായിരിക്കും അങ്ങോട്ടേക്ക് വന്നത്. അത്രയും സമയം അവിടെ ഇരുന്നത് ശ്വാസം മുട്ടിയായിരിക്കും അല്ലേ. എന്തായാലും ഇവൾ അവാർഡ് വാങ്ങിക്കുന്നതിന് അമ്മ സാക്ഷിയായില്ലേ അച്ഛാ, അതൊരു വലിയ കാര്യമല്ലേ എന്ന് ചോദിച്ചപ്പോൾ അതെ 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 വലിയ കാര്യം തന്നെയാണെന്ന് കനകം. അല്ല അവളെവിടെ നന്ദു? മോളകത്തുണ്ട്, പക്ഷേ കാണാനൊന്നും പോകണ്ട എന്ന് പറയുമ്പം അതെന്താ കാണാൻ പോയാൽ കുഴപ്പമെന്ന് ചോദിച്ചേ. അത് അവൾക്ക് ഭയങ്കര സങ്കടത്തിലിരിക്കുക. അവൾക്ക് എന്താ പറ്റിയേ? ചിക്കൻ ബോക്സ് ആണ് മോളെ എന്നിങ്ങനെ പറയുമ്പോൾ അയ്യോ ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത്? ഭയങ്കര ചൂടല്ലേ, വെയിലത്ത് കറങ്ങി നടക്കരുത് എന്നൊക്കെ പറഞ്ഞാലേ കേൾക്കത്തൊന്നുമില്ല. ട്രെയിനിങ് ക്യാമ്പിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ കുറേ നാളത്തേക്ക് കൂട്ടുകാരെ ഒന്നും കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ഏത് നേരവും ചുറ്റലാണെന്നൊക്കെ പറഞ്ഞു അവർ. അതുകൊണ്ടല്ലേ ഈ കേസുകൾ ഓരോന്നുണ്ടാകുന്നതെന്നൊക്കെ കനകം പറഞ്ഞ് പിന്നെ സങ്കടപ്പെടും. ഇനിയിപ്പോൾ എന്തായാലും കുറച്ച് ദിവസം അടങ്ങിയിരുന്നോളൂല്ലോ എന്നും പറഞ്ഞു. അപ്പോൾ അതങ്ങനെ ഭേദമാകാൻ കുറച്ച് സമയം എടുക്കും എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇവർ പറഞ്ഞു. മോളെ ബെഡിൽ വേപ്പില വിരിച്ച് കിടത്തിയിരിക്കുക, ഇനിയിപ്പോൾ ഹോമിയോ മരുന്നൊക്കെ കൊടുക്കുന്നുണ്ടെന്നും പറഞ്ഞു കനകം. അവാർഡ് അവളെയും കൂടെ കാണിക്കാൻ ആവേശത്തോടെ വന്നത്. ആ നേരത്ത് ഇങ്ങനൊരു വാർത്തയാണല്ലോ അമ്മ കേട്ടത് എന്ന് നയന വിഷമത്തോടെ ഇങ്ങനെ പറയുമ്പോൾ എന്താ ആവശ്യമുണ്ടെങ്കിലും ഞങ്ങൾ വിളിച്ചേക്കണേ. പഴയതുപോലെ ഈ രോഗത്തിനിപ്പോൾ 2-3 ആഴ്ച വിശ്രമത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, രോഗം പെട്ടെന്ന് മാറാനുള്ള മെഡിസിനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വിളിച്ചോളാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് ചോദിക്കുമ്പോൾ മക്കളിരിക്കുക, എന്തായാലും വന്നതല്ലേ, തണുത്ത മോര് കുടിച്ചിട്ട് പോകാമെന്നും പറഞ്ഞ് അവരങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞപ്പോൾ ആദർശിനോട് നേട്ടം നന്ദി പറയാം. അച്ഛൻ എന്താ ഇങ്ങനെയൊക്കെയെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ മോൾക്ക് ഈ ഒരു അവാർഡ് കിട്ടാൻ പോലും കാരണം എൻ്റെ മോനാണെന്ന് പറയുന്നത് കേട്ടപ്പോൾ അച്ഛനങ്ങനെ അവളുടെ കഴിവിനെയൊന്നും കുറച്ച് കാണാനൊന്നും നിൽക്കണ്ട കേട്ടോ. അവളെ വീടിനകത്തേക്ക് പുറത്തിറക്കിയതും ജോലി കൊടുത്തതും ഒക്കെ ഞാനാ. പക്ഷെ അവൾക്ക് ഈ അവാർഡ് കിട്ടിയത് എൻ്റെ ഒരു റെക്കമെൻഡേഷനും കൊണ്ടല്ല കേട്ടോ ഒന്നും. അത് അറിവുള്ളവർ അവളുടെ കഴിവിനെ കണ്ടറിഞ്ഞ് അംഗീകരിച്ചതാണെന്ന കാര്യമൊക്കെ ആദർശ് ഇങ്ങനെ പറഞ്ഞു. അതിലെനിക്ക് അഭിമാനം ഉണ്ട് അച്ഛാന്ന്. ഇത് ഞങ്ങളുടെ ജ്വല്ലറിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പരസ്യം തന്നെയല്ലേ അച്ഛാന്ന് പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ അതിനെപ്പറ്റി പറഞ്ഞുകൊണ്ട് നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നന്ദി.